നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചോദിക്കാൻ പാടില്ലെന്ന് ഒരുപാട് തവണ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞതാ. പക്ഷെ അത് അനുവദിക്കുന്നില്ല. എനിക്കറിയണം എൻ്റെ ഭാര്യ എന്തിനാ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്ന്. ഈ ചോദ്യം നിന്നോട് ചോദിക്കാൻ മറ്റേത് ഭർത്താക്കന്മാരെക്കാൾ അവകാശം എനിക്കുണ്ട്. മറ്റുള്ള ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചു എന്നുള്ള അവകാശവാദം കൊണ്ടല്ല. കഴിഞ്ഞ കുറെ കാലമായി നീ കാട്ടിക്കൂട്ടിയ മുഴുവൻ വിക്രിയകൾക്കും കൂട്ടുനിന്ന ഒരു ഭർത്താവ് എന്ന നിലയിൽ സ്വന്തം കുഞ്ഞിനെ ഒരു കാരണം കൂടാതെ ദത്തു കൊടുക്കുമ്പോ ഒരക്ഷരം മിണ്ടാതെ കൈയും കെട്ടി നോക്കി നിന്ന ഗതികെട്ടൊരു അച്ഛൻ എന്ന നിലയിൽ എന്താ എനിക്കതിനുള്ള അവകാശമില്ലേ? ദത്തേട്ടനതൊക്കെ എങ്ങനെ സഹിക്കുന്ന ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. ചേച്ചിയുടെ ഇതുവരെയുള്ള എല്ലാ വികൃതികൾക്കും ആ പാവം കൂട്ടു നിന്നില്ലേ? ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ടും ചേച്ചി എന്തിനാ ഇങ്ങനൊരു സാഹസം കാണിച്ചത്? ഇതും അസുഖത്തിന്റെ ഭാഗമായിരിക്കും. ആത്മഹത്യ ചെയ്യുമെന്ന് ചേച്ചി പലപ്പോഴും അളിയനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ചിലപ്പോ ഇതേ ഭീഷണിയും കൊണ്ട് ചേച്ചി നമ്മുടെ അടുത്ത് വന്നെന്നിരിക്കും. അങ്ങനെ വന്നാ ആദ്യം എന്റെ കൂടെ തന്നെ നിൽക്കണം. എഴുതി വാങ്ങിയ കടലാസുകളുടെ ബലത്തിലല്ല. ഇത് എന്റെ കുഞ്ഞാണെന്ന സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് എന്താ ആദ്യം ഇനിയെങ്കിലും എന്റെ കൂടെ നിന്നൂടെ? ദയവ് ചെയ്ത് ദത്തേട്ടൻ എന്നോടൊന്നും ചോദിക്കരുത്. ഞാനതൊക്കെ ചെയ്തത് ദത്തേട്ടനോടുള്ള ദേഷ്യം കൊണ്ടല്ല, സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് മാത്രം ദത്തേട്ടൻ മനസ്സിലാക്കണം. സ്നേഹക്കൂടുതലോ? എന്ത് സ്നേഹക്കൂടുതലാമീ? ഇനി നീ പറയുന്ന ഭ്രാന്തിനൊക്കെ ഞാൻ കൂട്ടു നിൽക്കണമെന്നാണോ? ഭ്രാന്ത? എനിക്ക് ഭ്രാന്ത? എന്റെ അവസ്ഥയിൽ ഏത് പെണ്ണിന് ഭ്രാന്ത് പിടിക്കും? എന്റെ ആമി, നിന്റെ ആ അവസ്ഥ എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അത് പറയാൻ ദത്തേട്ടനെ നിർബന്ധിക്കരുത്. അതുകൂടി താങ്ങാൻ ദത്തേട്ടനെ കൊണ്ട് പറ്റില്ല. എന്റെ ആമി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തൽക്കാലം ദത്തേട്ടൻ കൂടുതലൊന്നും അറിയണ്ട. ഒരിക്കൽ ഒരുപക്ഷെ എല്ലാം അറിഞ്ഞേക്ക്. അന്ന് ദത്തേട്ടൻ എന്നെ ശപിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആമി എന്നെ ജീവിച്ചത് ദത്തേട്ടന് വേണ്ടിയായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചേ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. മരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന എന്നോട് ഒരിത്തിരി ദയ കാണിച്ചൂടെ ദത്തേട്ട? താൻ എന്തൊക്കെയാണെന്ന് മറക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാ തനിക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ എന്ത് പറയാനാ? മുഖത്തോക്കി സംസാരിക്കണോ? തനിക്ക് എന്താ ഇപ്പൊ അറിയണ്ടേ? ഞാൻ അറിയാതെ താൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന മുഴുവൻ രഹസ്യങ്ങളും. രഹസ്യങ്ങളോ? എന്ത് രഹസ്യങ്ങൾ? തന്റെ മാറ്റം ഞാൻ ഇപ്പോഴല്ല ശ്രദ്ധിക്കുന്നത്. അന്ന് ദത്തെടുക്കുന്നതിന് മുൻപ് എന്റെ അമ്മ തന്നോട് പറഞ്ഞു, ആദിയുടെ വാക്കാണ് അമ്മയ്ക്ക് വലുതെന്ന്. എന്നിട്ട് താൻ വാക്ക് പറഞ്ഞോ? ഇപ്പൊ ഇവിടെ ഞാൻ തന്നോട് പറഞ്ഞു, ദത്തെടുത്ത കടലാസിനെക്കാളും വലുതാണ് അമ്മ എന്ന എന്റെ സ്ഥാനം എന്ന്. അപ്പോഴും താൻ വ്യക്തമായ ഒരു ഉത്തരം പറഞ്ഞില്ല. എന്റെ കൂടെ നിൽക്കാന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ തനിക്ക് എന്താണോ തന്റെ ഇടയില്ലാത്തെ? പറ.